ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിതവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എഴുന്നേറ്റ് വന്ന് കിച്ചണൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ക്ലീനായി കിടക്കാനുള്ള കാരണം എന്താ അറിയോ? ഇന്നലെ രാത്രി ഒരു സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മണി 1:30 ആ ഒരു ടൈമിൽ ഞാൻ ഇവിടെ ഒക്കെ അടിച്ചു വാരി തുടച്ച് കിടന്നതാണ് കേട്ടോ. ഇന്നലെ ഐറൂസ് ഉറങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, അടിച്ചു വാരാനും തുടക്കാനൊക്കെ പോയത്. ഞാൻ വിചാരിക്കും രാവിലെ അടിച്ചു വാരി തുടക്കാം സാധാ ചെയ്യുന്ന പോലെ ആ ടൈമിൽ ചെയ്യാമെന്ന് കരുതും. പക്ഷേ ഐറൂസ് ഉണ്ടാകുമ്പോൾ നമുക്കത് പറ്റില്ല കേട്ടോ. ഞാൻ രാവിലത്തെ നമ്മുടെ ഇതുമൂലം പറഞ്ഞേക്കേണ്ടത് വരെയുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് വരും. പിന്നെ ആ ഒരു അടിച്ചു വാരാനും തുടക്കാനും പറ്റൂല. കാരണം അവൻ്റെ കളി സാധനങ്ങൾ ഒന്നായിട്ട് അങ്ങോട്ട് നിരത്തും. പിന്നെ അതാ ഈ ഭാഗമൊക്കെ നമ്മളെ കിച്ചൻ്റെ ഈ പുറത്തേക്കൊണ്ട് നോക്കിയാൽ അതിലേറെ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇതൊക്കെ അന്ന് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് പോയതാണ്. അതൊന്നും എടുത്ത് വെക്കാനോ സെറ്റാക്കാനോ കഴിഞ്ഞിട്ടില്ല, ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് എടുത്തു വെക്കുമ്പോൾ പിന്നാലെ ഐറൂസും ഉണ്ടാവും. അപ്പോൾ ഓന് ഇപ്പോൾ സുഖല മോളൂനാണെങ്കിൽ തീരെ ഒന്ന് ഇപ്പം ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവളൊക്കെ ഒന്ന് റെഡി ആവട്ടെ, അപ്പോൾ പോയിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് അതൊക്കെ അങ്ങനെ ഇട്ടത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ച് കബോർഡിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അതും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇടാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ ഒരു ദിവസം കണ്ടിറങ്ങി 1-2 മണിക്കൂർ കണ്ട് മെനക്കെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ ഞാനിതാ പാത്രം വെക്കാൻ ഒരു സ്ഥലമില്ലായിട്ട് ഈ ഒരു സംഭവം ഇങ്ങോട്ട് കയറ്റി വെച്ചു. നിലത്ത് ഞാനിങ്ങനെ ആ റാക്കിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷേ അവിടേക്ക് നമുക്ക് പ്ലേറ്റ് വെക്കാനോ ഒന്നിനും പറ്റുന്നില്ല. പിന്നെ പോരാത്തതിന് ഐറൂസ് നിലത്താവുമ്പോൾ ഐറൂസ് പാത്രങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ, കയ്യിൽ എടുക്കുകയാണ്. അതുപോലെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും അവിടെയൊക്കെ പൊന്തിച്ചില്ലേ, ഈ വീതനൊക്കെ പൊന്തിച്ചതല്ലേ, ഇവിടെയും കൂടി അങ്ങോട്ട് പൊന്തിച്ചുകൂടേനോ, അതാ നമ്മൾ ഗ്യാസ് വെച്ച ആ ഒരു വീതനെ കൂടി പൊന്തിച്ചുകൂടേനോ ചോദിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഇത് ഗ്യാസ് വെക്കുമ്പോൾ കുക്ക് ചെയ്യാൻ എനിക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരു വീതന എന്ന് പറയുന്നത്. ഈ ഗ്യാസ് അടുപ്പ് വെക്കുമ്പോൾ എനിക്ക് ഹൈറ്റ് പാകാണ്. ഈ ഒരു ദോശ ഇന്നലെ ഐറൂസിന് ചോറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി 8-10 ചുട്ടു കൊടുത്ത അപ്പത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ മാറി നിൽക്കട്ടെ. ഈ ഒരു ഗ്യാസ് ഉണ്ടല്ലോ അതെനിക്ക് ഹൈറ്റ് കറക്റ്റാണ്. അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ച് പിന്നെ കുക്കറോ അല്ലെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു കറക്റ്റ് ഹൈറ്റാണിത്. പക്ഷേ പാത്രം കഴുകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഭാഗം പൊന്തിക്കാതിരുന്നത് കേട്ടോ. ഇവിടെ ഗ്യാസ് വെക്കാം എന്നുള്ള ഒരു പ്ലാനിൽ. പിന്നെ അതാ ഇവിടെ നമ്മൾ ഗ്ലാസ് വെച്ചില്ലേ എന്നൊക്കെ എല്ലാവർക്കും കമൻറ്റും ഉണ്ടായിരുന്നു. ഗ്ലാസ് വെച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ ഈ കബോർഡ് വെക്കുന്ന ആൾക്കാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അളവൊക്കെ എടുത്ത് പോയിട്ടുണ്ട്, ഒരു കൂട്ടർ അളവെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ തൽക്കാലം പൂച്ചയൊക്കെ വരാതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ പൂച്ച എന്തായി കൂടെ കയറൂല, നെറ്റ് ഇട്ടതിന് പുറമെ തുണിയും വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂച്ചയൊന്നും അകത്ത് കയറൂല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ മുകളിലുള്ള റാക്കത അവിടെ ഞാനിപ്പോൾ ഇനി ഒന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഞാൻ അവിടെ ഒരു സാധനം വെക്കൂല. ഇവിടെയൊക്കെ നമ്മൾ ഈ താഴെ ഭാഗത്തൊക്കെ നമ്മൾ കബോർഡ് വെക്കുമ്പോൾ അടുപ്പൊക്കെ വെക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇനി ഞാൻ അവിടെ ഈ താഴത്തെ അങ്ങോട്ട് വെക്കാമെന്നാണ് പ്ലാന്. ഇനി ആ മുകളിലെ ഭാഗത്ത് ഒന്നും വെക്കുന്നില്ല. ക്ലീനായി ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാനൊക്കെ. പിന്നെ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കറക്കി നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യണം. പിന്നെ വേഗം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കരണ്ടടുപ്പ് അവിടെ തിളക്കാൻ വേണ്ടി, ഫ്ലാസ്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വന്നപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഐറൂസ് കിടന്നതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ. അപ്പം നിലത്ത് ഓരോ ഫുഡ് കഴിച്ചിട്ടും ബിസ്ക്കറ്റ് കഴിച്ചിട്ടും അതും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം രാത്രി അങ്ങനെ ഇട്ട് കിടക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി അങ്ങോട്ട് കിടക്കും. അപ്പം പിന്നെ നാളെ ശരിക്കും തുടക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വീണ്ടും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും പയ്യെ പോലെ തന്നെ. അപ്പോൾ രാത്രി ഈ ലേറ്റായിട്ട് കിടക്കണോണ്ട് തന്നെ രാവിലെ എണീക്കാനും നല്ല ബുദ്ധിമുട്ടാണ്, ഭയങ്കര ക്ഷീണമാണ്, ഉറക്കം അങ്ങോട്ട് കഴിയൂല. അപ്പം പിന്നെ ഞാൻ ഓവരുറങ്ങാതെ ഐറൂസും മോളും കിടക്കാതെ എനിക്ക് അങ്ങോട്ട് കിടക്കാനും തോന്നൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നലെ എന്ത് ചെയ്തു, ഉറങ്ങിയതിന് ശേഷം മൊത്തത്തിലെ റൂമുകളും മുന്നും എല്ലാം അങ്ങോട്ട് അടിച്ച് വാരി തുടച്ച് ക്ലീനാക്കി കിടന്നു. അപ്പോൾ ഇനി ഇതാണ് എൻ്റെ പ്ലാന്, രാത്രി അങ്ങോട്ട് ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ കാണുമ്പോൾ, വീട് വൃത്തിയായി കാണുമ്പോൾ ഒരു പ്രത്യേക സമാധാനം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനും അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലത്തെ മീൻകറി ഉണ്ട് കുറച്ച്. അപ്പോൾ അതിലേക്ക് വേഗം നമ്മൾ എളുപ്പത്തിൽ ലേറ്റായി എഴുന്നേറ്റിക്കണോണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഞാൻ ദോശ ഇട്ടു. പിന്നെ ഇതുമൂന്ന് സ്കൂൾക്കും മദർസ്ക്കും പോയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് പനിയുണ്ട്.
അപ്പം അതൊക്കെ ഉണ്ട് ഒപ്പിച്ച് ഹസ്ബൻഡിനെ കൊടുത്തു കഴിച്ച് തൊട്ട് പാടേണ്ടതാ നമ്മൾക്ക് ഈ കബോർഡിൻ്റെ വേറൊരു ടീം വന്ന് അളവെടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടീമിന് നോക്കി അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇത്ര ആവും പൈസ എത്ര ആവും എന്നൊക്കെ പറഞ്ഞപ്പം 1-2 പേർക്ക് ആൾക്കാർ പറഞ്ഞു ഒരാൾക്ക് മാത്രം അളവ് നോക്കണ്ട, വേറെ ടീമിനോടും കൂടി ചോദിച്ച് നോക്ക്, അപ്പോൾ ഏതാണ് നല്ലത് നോക്കിയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേറൊരു കൂട്ടരോടും വന്ന് നോക്കാൻ അളവൊക്കെ എടുക്കുന്നുണ്ട് തകൃതിയായിട്ട്. അപ്പോഴേക്കും ഇതാ മോളും ഐറൂസൊക്കെ എഴുന്നേറ്റ് വന്നു. ഇനി മോളുവിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 മോളുവിനും എനിക്കും 2 ഉണ്ട്, പിന്നെ ഇതും മോനും ഐറൂസിനും എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ എല്ലാവർക്കും ഓരോന്നും ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ട്. അവൻ ഇതാ അവന് പാലോട്ട് എഴുന്നേറ്റ് വന്നതല്ലേ, പിന്നെ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ പാലുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം ഇതും അതവിടെ പനി ആയതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓളെടുത്തേക്ക് ഐറൂസിനോട് പോവണ്ട ഇനിയിപ്പോൾ ആ പനി ഓനും കൂടി കിട്ടണ്ടല്ലോ കരുതിയിട്ട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇതുമോൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒട്ടി നിൽക്കണം. ഇനിയിപ്പോൾ ആ പനി ഓനെ അങ്ങോട്ട് വാങ്ങാനായിരിക്കും പരിപാടി. എന്തായാലും ഞാനിതാ ഓന് പാല് കൊടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ അങ്ങോട്ട് ഓണാക്കി ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ക്യാമറ ഓൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ആക്കി ഓൻ അതിൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിന്ന് തരും കേട്ടോ. അപ്പോൾ ഞാൻ പാല് കൊടുത്ത് ഇതും അവിടെ കിടക്കണുണ്ട്. ഐറൂസിന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു ഭയങ്കര സന്തോഷം. അതിലേക്ക് എന്നെ നോക്കിക്കണുണ്ടോ. ഓനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഓരോന്ന് ഓൻ്റെ വികൃതികളൊക്കെ മോളും അതിൽ പിന്നെ ഇടാറുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇടാറുണ്ട്. നല്ല രസമാണ് ഓൻ്റെ വികൃതികളൊക്കെ കാണാനായിട്ട്. ഓൻ്റെ പിന്നാലെ ഒരു ക്യാമറയും വെച്ച് കൊണ്ടാണ്ട് ഇറങ്ങിയാണ്ടല്ലോ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ ഏതായാലും ഞാൻ ഓന് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും മോളും നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. അപ്പം ഓളും വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കോഫി ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കോഫി ഉണ്ടാക്കി കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുണ്ടല്ലോ ഒരു ചീഴ്സൊക്കെ പറഞ്ഞ് കോഫി കുടിക്കുകയാണ്. അപ്പോൾ ഈ കോഫി കുടിക്കുമ്പോൾ എപ്പോഴായാലും എനിക്ക് നീനുട്ടീനെ ഓർമ്മ വരെ. കാരണം ഓക്കാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കോഫിനേക്കാണ് ഇഷ്ടം നമ്മൾ ഈ കടയിൽ പോയി മറ്റേ നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് മെഷീൻ കോഫി ഇല്ലേ, അതന്നെ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ മലബാർ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം പോയിട്ട് ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ പോയിട്ട് കോഫി വാങ്ങി കുടിക്കും. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കുന്ന നേരം ഇതാ ഇവിടെ ഒരാളിങ്ങനെ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു ആ റാക്കുമ്മലൊന്നും ഇപ്പോൾ ഒരു സാധനം വെക്കാൻ വയ്യ. താഴത്തുള്ള സാധനങ്ങളൊക്കെ മുകൾക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ്റെ പിരാന്തുകളൊക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഇങ്ങനെ ഇതും ഫ്രഷായി വന്നിട്ടുണ്ട്. ഫ്രഷായി എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ തേച്ച് ഒന്ന് വന്നിട്ടുണ്ട്. കണ്ണു മുഖമൊക്കെ വാടിയിട്ടുണ്ട്. ഒന്ന് ഭയങ്കര ഊക്കും വമ്പാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഒന്ന് ഭയങ്കര ക്ഷീണാട്ടോ ഓക്ക്. അപ്പോൾ ഞാൻ വേഗം വാരി കൊടുക്കുകയാണ്. ഫുഡ് വാരി കൊടുക്കാമെന്ന് കരുതി. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാരി കൊടുക്കുന്നത്. പക്ഷേ ഇതുമുൻ അങ്ങനെ ഞാൻ വാരി കൊടുക്കാറ്, കൂടുതൽ ഫുഡ് വാരി കൊടുക്കൽ നീനുട്ടിക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ഏതായാലും ഇതുമുനോട് പറഞ്ഞ് വെച്ച് വാരി തരാമെന്നൊക്കെ പറഞ്ഞ് 2 ദോശയും മീൻ കറിയൊക്കെ വെച്ച് വാരി കൊടുത്തു. പിന്നെ അവന് ഒക്കെയുള്ള മരുന്ന് ഗുളിക ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വരുന്ന സൗണ്ട് കേട്ട് ബൈക്ക് എൻ്റെ ഹസ്ബൻഡ് വണ്ടി നിർത്തുന്ന സൗണ്ട് കേട്ട് ഐറൂസ് പിന്നാലെ പോയിട്ടുണ്ട്. ഇതവിടെ കിടന്ന് 2 കൂടി തല്ലുംപിടി കൂടുകയാണ്. ഓന് കിട്ടണം കവറൊക്കെ. എന്നാൽ ഓനെ പൊന്തിക്കാൻ പറ്റുമോ? കഴിയണില്ല. ഓനത് പൊന്തിക്കാനുള്ള വെയിറ്റ് അത്രയും വെയിറ്റ് ഉള്ളതല്ല, ഓനെ പൊന്തിക്കാൻ കഴിയണില്ല. എന്നാൽ ഓൻ്റെ വിചാരം അതൊക്കെ ഓന് പൊന്തിക്കാൻ കഴിയുന്ന അതുകൊണ്ട് പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടാൻ വെക്കാനുള്ള ചിക്കനും പിന്നെ കുറച്ച് പച്ചക്കറികൾ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കണം. അപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ വോട്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ അതിങ്ങനെ കാണിച്ചു തന്നതാണ്. പിന്നെ എൻ്റെ എന്താ പറയുക ഈ പാസ്പോർട്ട് എടുക്കാനും 2 കൂടി വോട്ടിനും ഒക്കെ വിചാരിച്ച് 2 കൂടി എടുത്തതാണ് കേട്ടോ. ആ ഫോട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അല്ലേ, ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ അടുപ്പത്ത് ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ചോറ് വെക്കും കേട്ടോ. അപ്പോൾ മോള് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ മോളിൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അങ്ങോട്ട് ഉച്ചക്കൊക്കെ വരും. കാരണം ഓനിവിടെ അരീക്കോട് തന്നെയാണല്ലോ പണി. അപ്പം ഓൻ്റെ സ്കൂൾ ഇവിടെ അരീക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം ഇപ്പോൾ സ്റ്റാർട്ടായത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഓനിവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അധിക ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പം ചിലപ്പോൾ ഉച്ചൻ്റെ സമയമൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഫുഡ് പെട്ടെന്ന് വിളമ്പി കൊടുക്കണമെങ്കിൽ ചോറ് വേണമല്ലോ. പക്ഷേ ഞാൻ ചോറ് എന്താണോ നല്ല കുറച്ച് കൂടുതൽ വെക്കണം അന്നോം വരില്ല. ഞാൻ ഇനി അപ്പോൾ ചോറ് നമ്മൾ കളയുമ്പോൾ ഇന്ന് കളയണ്ടല്ലോ, ഇന്നും വിരലുണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ചോറ് വെക്കുമ്പോഴോ അന്നും കറക്റ്റ് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ രാവിലെ തന്നെ നല്ല ചോറ് അങ്ങോട്ട് വെച്ച് വെക്കും. ഓന് സാധാ ചോറാട്ടോ ഇഷ്ടം. നെയ്ച്ചോറോ പിന്നെ ഗീ റൈസ് അല്ലെങ്കിൽ ബിരിയാണി അതിലേറെയൊക്കെ ഇഷ്ടം നല്ല നാടൻ ചോറ്, താളിപ്പ്, നല്ല മീൻ പൊരിച്ചത്, അതൊക്കെയാണ് ഓനിഷ്ടം. എന്തായാലും ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി
പിന്നെ ചായ കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കോഫിയല്ലേ കുടിച്ചത്. ഇപ്പോൾ ഈ സമയം ഒരു 11:30-12 ആയിട്ടുണ്ട്. ഞാനൊരു 10 മണിയൊക്കെ സമയത്താണ് ചായ കുടിച്ചത്, അല്ല കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ചിക്കനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ചായ കുടിക്കാനായിട്ട് കോഫി കുടിച്ചാലൊന്നും ആ ചായ കുടിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. ചായ മോളൂനും വേണമെന്നാണ്, ഓള് ദോശ കഴിക്കാനും. ഞാൻ ഇതും അവിടെ പിന്നെ ഓള് സ്കൂൾക്ക് പോയിട്ടില്ലെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് പനി ഒന്നാണ്ട് വിട്ടിട്ടുള്ളൂ. വിട്ടാൽ പിന്നെ ഈ ക്രാഫ്റ്റിൻ്റെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ ഫോണിൽ നോക്കി യൂട്യൂബിൽ നോക്കിയിട്ട് അതിൻ്റെ ഓരോ മോഡൽ ഉണ്ടാക്കി നോക്കുക. അതിന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന തകൃതിയായിട്ടുള്ള പണിയിലാണ് ഓള്. പിന്നെ ഈ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ അതും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ ആയിട്ടുള്ള പരിപാടിയിലാണ് ഓള്. മോളും അതാണ്ട് അപ്പം ചായ കുടിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും നമ്മൾ എന്താ പറയുക ചിക്കന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കാമെന്ന് കരുതി. അതിൽ നമ്മൾ എല്ല് പോലെയുള്ള ആ ഒരു ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഫ്രീസർക്ക് കയറ്റി കുറച്ചെടുത്തിട്ട് ഫ്രീസർക്ക് വെച്ചാൽ നമുക്ക് പൊരിക്കാൻ പറ്റുന്ന കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് പൊരിക്കാമെന്ന് കരുതി. ഇന്ന് പൊരിക്കാതെ കരുതി കേട്ടോ. അപ്പം ചീരൻ്റെ ഇല ഉണ്ടല്ലോ, അത് താളിക്കാമെന്ന് കരുതി. താളിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതിക്ക് ചിക്കൻ പൊരിക്കായിരിക്കല്ലേ ടേസ്റ്റ്. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് കരുതി മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാൻ ചതക്കിയത്. ഈ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ പച്ചമുളക് ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അതേപോലെ കുരുമുളക് പൊടീൻ്റെ ഒക്കെ കേട്ടോ. ഞാൻ പച്ചമുളക് കൂടുതൽ ഇട്ടിട്ട് നന്നായിട്ട് ചതക്കി അത് ഫുള്ളായിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ എന്താ പറയുക ഇച്ചിരി അരിപ്പൊടി ഇടും. ഇങ്ങനെ വെളിച്ചെണ്ണ കൂടുതൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അരിപ്പൊടി നല്ല മുരിഞ്ഞൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് പുഴിയോ അല്ലെങ്കിൽ സുർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വിനാഗിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ മസാല തേച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതവിടെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടി മസാല കണ്ട് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചു. പിന്നെ നമ്മൾ പച്ചക്കറി ആയിട്ട് ഇന്ന് പയറാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അന്ന് മോള് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പച്ചക്കറിയാണ് കേട്ടോ. അതൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായി വെക്കാണ്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അതിൽ നിന്ന് പകുതി ഞാൻ പയറെടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒന്നായിട്ട് വെച്ചിട്ട് കാര്യമില്ല, ഒന്നും കഴിക്കൂല. അപ്പം കുറച്ച് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുള്ളൂ. ഇന്നലെ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പയറ് ചെറുതാക്കി നുറുക്കിയിട്ട് അത് ഉപ്പേരി വെക്കാമെന്ന് കരുതി. പിന്നെ ചീരൻ്റെ ഇല നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇനി ഞാൻ എഴുതി താളിക്കാമെന്ന്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡിൻ്റെ ഒരു മെനു കേട്ടോ. അപ്പോൾ ചോറും നാടൻ ചോറ് കറികളും ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങളെന്താ പച്ചക്കറി അധികം കഴിക്കാത്ത. കാര്യമായിട്ട് ആതിര തന്നെ കേട്ടോ. ആതിര ഇപ്പോൾ കാണാറേ ഇല്ല. ഓളെ കമൻറ്റിലൊന്നും കാണാറില്ല, ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. പിന്നെ അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആതിരക്കുട്ടി സുഖമല്ലേ, പിന്നെ ഒക്കെ നല്ല സുഖമായിട്ട് പോകണമെന്ന് വിചാരിക്കണോടോ. വിശേഷങ്ങളൊക്കെ പിന്നെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചീര പിന്നെ കറി താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള താളിച്ചു. അപ്പോൾ അതേപോലെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു, അതാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പൊരിച്ചു കൊടുത്തത് കേട്ടോ. മൂപ്പർക്ക് മീനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ മൂപ്പർക്ക് അത് പൊരിച്ചു. മോളും അത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾ ഇനി ഇപ്പോഴൊന്നും വേണ്ട, ഇനി വൈകുന്നേരം മതിയാണ്. ഓൾ ദോശയൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ ഇതുമൂന്ന് മാത്രമാണ് ഞാൻ 2-3 കഷ്ണം ചിക്കന് പൊരിച്ചത് കേട്ടോ. ഓക്ക് മീനിനെക്കാണ് ഇഷ്ടം ചിക്കനാണ്. അപ്പോൾ ഞാൻ ഓക്ക് പൊരിച്ചു. പിന്നെ നമ്മുടെ കിച്ചൻ്റെ ഒരു അവസ്ഥ ഇതായിരുന്നു. ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിനിപ്പോൾ എന്നിങ്ങനെ അതേ ക്ലീൻ ചെയ്യേണ്ട പാത്രം കഴുകുന്ന വീഡിയോ ഇട്ട് അങ്ങനെ ഒരു ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷനായിട്ട് നമ്മൾ കാണിച്ചത്. അപ്പം കിച്ചണൊക്കെ ഒന്ന് ക്ലീനായി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വൈറ്റ് ടൈൽസ് ആകുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കും. അതിനാണ് ഞാൻ വൈറ്റ് ടൈൽസ് ആക്കിയത് കേട്ടോ. നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും കളറൊക്കെ ആണെങ്കിൽ അതവിടെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കുമല്ലോ, അതില്ല. ഒരു തുള്ളി ആയാൽ തന്നെ കളറിങ്ങനെ കാണും. അപ്പോൾ വേഗം ക്ലീൻ ചെയ്യും. അങ്ങനെ നമ്മുടെ ഒരുവിധ പരിപാടികളൊക്കെ തീർന്നു. ഞാനിതങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഐറൂസ് ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയപ്പോൾ മോളൂന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്ക് ഫുഡ് എടുത്ത് കൊടുത്തപ്പോൾ ഐറൂസിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഓൾ എഴുന്നേറ്റ് പോകുന്ന പിന്നാലോന് കണ്ണ് തുറക്കുമ്പോൾ ഓളെ കാണാഞ്ഞാൽ കരഞ്ഞ് എണീറ്റ് പോരും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓളവിടെ ഇരിക്കണുണ്ട്. പിന്നെ ഈ ചുമരുമൽ ഈ കാണുന്ന പരിപാടികളൊക്കെ ചെയ്തത് നിങ്ങൾ വിചാരിക്കും ഐറൂസ് ആണെന്ന്. അല്ല, ഇതുമ്മാണ് കേട്ടോ. ആകെ കുത്തി വരച്ച്
പിത്തനാക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതാ അപ്പുറത്ത് കുറേ അലക്കിയത് ഞാനിപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊന്നും എടുക്കാതെ ഞാനങ്ങനെ നീണ്ടു നിവർന്ന് കുറച്ച് നേരം അങ്ങനെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 4 മണി 3:30 4 മണി ആ സമയത്താണ് ഐറൂസ് എഴുന്നേറ്റ് വന്ന്. അപ്പോൾ ഓന് പപ്പടമൊക്കെ പൊരിച്ചു, ചോറും താളിപ്പും പയറുപ്പേരിയൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു പയറുപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു പയറുപ്പേരി ആദ്യമേ വെറുതെ പാത്രത്തിലിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറിൻ്റെ കൂടെയും കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് മോളുൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വന്നപ്പം കുറേ നേരമായിട്ടുണ്ട്. അപ്പോൾ മോള് പിന്നെ അപ്പോൾ ഉച്ചക്ക് അങ്ങനെ ഐറൂസ് ഉറങ്ങിയപ്പോൾ മുട്ടയും പിന്നെ പച്ചക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളൊരു 7 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ചോറ് കഴിക്കണത്. അപ്പോൾ അവൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഐറൂസിന് വാരി കൊടുത്തപ്പോഴേ ഒക്കെ കഴിക്കാൻ ഇങ്ങനെ കൊതി ആവണുണ്ടായിരുന്നു. ഐറൂസിന് താളിപ്പൊക്കെ വെച്ച് അതിൻ്റെ മണം അങ്ങനെ വന്നിട്ട് കഴിക്കാൻ കൊതിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ സുഖമായിട്ട് വരുന്നതിലുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഒക്കെ ഒന്ന് റെഡി ആയിട്ട് ഡയറ്റ് ചെയ്യുന്നുള്ളൂ. ഒക്കെ വയറൊക്കെ ഒന്ന് റെഡിയായി വരട്ടേന്ന് കരുതി ഇപ്പം ഇന്ന് നല്ല നാടൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതാ നമ്മൾ രാവിലത്തേക്ക് കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. രാവിലെങ്കിലും എനിക്ക് കുറച്ച് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ. രാത്രി എന്തായാലും ലേറ്റായിട്ടേ ഉറങ്ങുള്ളൂ. അപ്പോൾ രാവിലെ ഈ തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് പടപടമുള്ള പണി എടുക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തം ഇങ്ങനെ തന്നെ ടൈം ടേബിൾ വീണ്ടും നമ്മൾ രാത്രിക്ക് തന്നെ ആക്കി. അപ്പോൾ കടല വേവിച്ച് വെക്കണം, ഉപ്പ് മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ച് വെക്കണം കേട്ടോ. ഐറൂസിന് ഇച്ചിരി മുളക് ഇട്ടാൽ തന്നെ അവൻ കഴിക്കൂല, ഭയങ്കര എരിവാണ്. അപ്പോൾ ഞാൻ കരുതി ഉപ്പ് മഞ്ഞളും ഇട്ട് വെക്കാം. പിന്നെ നാളെ രാവിലെ നമ്മൾ തൂമിക്കൂലേ, അപ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം. ഐറൂസിന് മാറ്റി വെച്ചിട്ട് ബാക്കിയിൽ മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി അതൊന്ന് കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. നമുക്ക് അതും ബാക്കി ഉഴുന്നും അരിയും അതുകൂടെ അരച്ച് വെച്ചാൽ നാളെ രാവിലത്തേക്കുള്ള കാര്യം സമാധാനമായി. കാരണം പിന്നെ ദോശമാവ് ഉണ്ടെങ്കിൽ എല്ലാവരും പോലെ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അല്ലേ ദോശ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാത്രി കുറച്ച് പണിയുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ അതേപോലെ കടലയും കൂടി വേവിച്ച് വെച്ചതുകൊണ്ട് ഇനി രാവിലെ എണീറ്റ് വെറുതെ ജസ്റ്റ് തൂമിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ അതാ വേഗം അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അരിയും കൂടി അരച്ച് വെക്കണം. അപ്പോൾ ഈ സമയം ഇവിടെ ഐറൂസിനെ കാണാത്ത എന്താ വെച്ചാൽ ഈ സമയത്താണ് മോളൂൻ്റെ ഹസ്ബൻഡ് വന്നത്. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളൂൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്തു, ഓന് വിളമ്പി കൊടുത്തു. ഓനത് കഴിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്, സോഫയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ആ നേരത്തെ ഐറൂസിൻ്റെ ആയിട്ട് കളിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ആ നേരത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. പക്ഷേ ഞാനിത് പിന്നെ മിക്സിയിൽ അരക്കണ സൗണ്ട് ഇട്ട് ഓടി വന്ന് മിക്സിൻ്റെ സൗണ്ടും അതേപോലെ കുക്കറിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ ഓടി കിച്ചണിക്ക് വരും കേട്ടോ. കുക്കറിനെ അവന് കുക്കു എന്ന് വിളിക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ സൗണ്ട് കേട്ടോ ഓടി വരും. പിന്നെ മിക്സിയിൽ അരക്കണവൻ്റെ വിചാരം കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരക്കുമ്പോൾ ഇങ്ങനെ ഇനി കഞ്ഞിയാണോ ചോദിച്ചിട്ട് ഒച്ച കേട്ടപ്പോൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് കാണാം അവൻ്റെ കയ്യും കാലൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അത് അരച്ച് വെച്ചിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗത മാവ് അരച്ചു, അതൊരു സ്റ്റീൽ പാത്രത്തിൽ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ വേഗം മാവ് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ അധികം ഒഴിച്ച് വെക്കാറുള്ളത് കാസറോളിലാണ് കേട്ടോ. കാസറോളിൽ വെച്ച് മാവ് വെച്ചാൽ നല്ല മാവ് വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ ഇതിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി കാസറോളിൽ ഒഴിച്ച് വെക്കണം. ഒക്കെ പൊടി വാരി കിടക്കാണ്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സിനെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണത്. ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ. കഴിഞ്ഞ പെരുന്നാക്കൻ്റെ കുറച്ച് നരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തു. വീട്ടിൽ നിന്ന് ഇടുന്ന എനിക്ക് കോട്ടൺ ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ട്. ഉള്ളിൽ ഞാൻ പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രം ലൈനിങ് വെച്ചത്, താഴേക്ക് ലൈനിങ് വെച്ചിട്ടില്ല. അപ്പോൾ ഇട്ട് നടക്കാൻ കുറച്ച് ലൂസുമാണ്, നല്ല സുഖമുണ്ട്. ഇതിൽ നീനുട്ടി എപ്പോഴും പറയട്ടെ ഇമ്മച്ചിയെ കണ്ട് ചുരിദാർ വീഡിയോയിൽ കണ്ട് മടുത്തുകഴിഞ്ഞ് പുതിയ ചുരിദാർ ശീലൊക്കെ വാങ്ങി അടിച്ച് പുതിയത് അങ്ങോട്ട് ഇറക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കരുതി പുതിയത് ഞാൻ ഇറക്കണ്ടല്ലോ, പഴയത് നമ്മൾ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ